ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, ഇന്ന് ഞാൻ കരാട്ടെ പഠിപ്പിക്കാൻ യൂണിഫോം ഇല്ല. കാരണം ഇന്ന് ഇവിടെ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്ന കരാട്ടയുടെ സ്ട്രെങ്ത് ട്രെയിനിങ് വർക്കൗട്ടാണെന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ യൂണിഫോം ഇട്ടിട്ട് ചെയ്യുക. ഇടുന്നേ കുഴപ്പമില്ല, ഞാൻ പിന്നെ ഈ വർക്കൗട്ട്സ് ആയതുകൊണ്ട് ഇടാത്തതാണ് ഗായ്സ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അപ്പർ ബോഡിക്കും ലോവർ ബോഡിക്കുമുള്ള എല്ലാ എഫക്റ്റീവ് വർക്കൗട്ട്സും ഉണ്ട്. കിക്കും പഞ്ചും ഒക്കെ നമ്മൾ ഏറ്റവും പവറും സ്ട്രോങ്ങറും ആക്കാനുള്ള വർക്കൗട്ട്സ് ആണെന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ വീഡിയോ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ചെയ്യാൻ നമുക്ക് അപ്പർ ബോഡിക്കുള്ള വർക്കൗട്ട്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അപ്പർ ബോഡിക്കുള്ള വർക്കൗട്ടായിട്ട് പുഷപ്സുകളാണ്. അങ്ങനെ പുഷപ്സിൽ പല വേരിയേഷൻസിലാണെന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് സ്ട്രെങ്തൻ ആയിട്ടുള്ള മസിൽസ് ബിൽഡ് ചെയ്യാനുള്ളത് നല്ല എഫക്റ്റീവ് വർക്കൗട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ പുഷപ്സ് ആണ്. നോർമൽ പുഷപ്സ് നമ്മൾ കൈ അകലെ വെക്കുകയാണ്. നമ്മളെ ഷോൾഡർ ലെവലിന് അനുസരിച്ചാണ് ഗൈസ് വെക്കേണ്ടത്. ഷോൾഡർ ലെവല് അനുസരിച്ച് കൈകൾ പ്ലേസ് ചെയ്യുക. ദെൻ കാലിൻ്റെ ഫൂട്ട് രണ്ടും അടുപ്പിച്ച് തന്നെ വെക്കണം. അതാണ് പുഷപ്സ്. ഇങ്ങനെ നമ്മൾ സ്പേസ് ഇട്ട് വയ്ക്കുന്നത് പുഷപ്സ് അല്ല ഗൈസ്. അത് കാല് എപ്പോഴും ക്ലോസ് ആക്കി തന്നെ വെക്കണം. ദെൻ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ നിന്ന് നമ്മൾ ഹെഡ് ചിലതൊക്കെ സംശയമാണ്. നമ്മൾ പുഷപ്സ് ചെയ്യാൻ നേരത്ത് ഹെഡ് ഇങ്ങനെ താഴ്ത്ത് വയ്ക്കാമോ, ഇങ്ങനെ വയ്ക്കണോ, അങ്ങനെയൊക്കെ ഉള്ള സംഭവം എന്ന് പറയുമ്പോൾ നിങ്ങൾ പുഷപ്സ് ചെയ്യാൻ നേരത്ത് ചെയ്യാനുള്ളത് നമ്മൾ കഴുത്ത് ഇങ്ങനെ താഴോട്ട് നോക്കി ചെയ്യരുത്. നിങ്ങളെ നെക്ക് പെയിൻ ഉണ്ടാകാൻ നല്ല സാധ്യത ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ പുഷപ്സ് എടുക്കാൻ നേരത്ത് നിങ്ങൾ ഒന്നീ ഹെഡ് നേരെ താഴ്ത്തി നേരെ സ്ട്രെയിറ്റ് ഐസ് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ ലുക്ക് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ നേരെ പോകണം. എൻ്റെ ഒരു ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നേരെ താഴോട്ടാണ് നോക്കുന്നത്. ഞാൻ നെക്ക് കൂടുതലാക്കുന്നതില്ല, നേരെ ഇങ്ങനെ വയ്ക്കുന്നതില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നോർമൽ പുഷപ്സ് ആണ്. എല്ലാ വർക്കൗട്ടും 3 സെറ്റ്. ഇത്ര എണ്ണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഫെയിലിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്ന അത്രയും ചെയ്യുക. 3 സെറ്റ് ചെയ്യണം. ഒരു വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ 3 സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അടുത്തതിലൊക്കെ പോകാം. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ 3 സെറ്റാണ് ഒരു വർക്കൗട്ട് ചെയ്യാനുള്ള. എന്നാൽ അതിനൊരു ഫലം കിട്ടുള്ളൂ. 3 4 സെറ്റ്. ഇപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആയത് 3 സെറ്റ് ചെയ്താൽ മതി. 3 സെറ്റ് നിങ്ങൾക്ക് പറ്റുന്നത്രയും. ഓക്കെ, എത്ര എണ്ണം വന്ന് പ്രത്യേകിച്ചില്ല. നോക്കാം. ഫസ്റ്റ് നോർമൽ പുഷപ്സ് ആണ്. ഇനി പുഷപ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾ പുഷപ്സ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഈ സ്ലോ ആയിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യാതെ ഇതാ ഇതുപോലെ വെച്ചിട്ട് സ്ലോ സ്ലോ ഇതാണെങ്കിൽ നിങ്ങൾക്ക് മസിൽസ് ബിൽഡ് ചെയ്യാനുള്ളതാണ്. അതായത് നമ്മളെ പുഷപ്സ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചെസ്റ്റ്, ട്രൈസെപ്സ്, ഷോൾഡേഴ്സ്. ഈ പല വേരിയേഷൻസൊക്കെ ആകുമ്പോൾ പലതരത്തിലുള്ള മസിൽസാണ് ബിൽഡ് ആവുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ ചെസ്റ്റ് ബിൽഡ് ആവുന്നുണ്ട്, അതുപോലെ ട്രൈസെപ്സും ബിൽഡ് ആവുന്നുണ്ട്. അപ്പോൾ ഷോൾഡറിന് ചെറിയൊരു ബിൽഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ സ്ലോ ചെയ്യാതെ ഒരു ഭയങ്കര ഫാസ്റ്റ് ആയിട്ടില്ല, ഒരു മിനിമം ഫാസ്റ്റ് നിങ്ങൾ ചെയ്താലേ ആ കഴിക്കാനുള്ള ഹാൻഡ് പവർ കൂടുകയുള്ളൂ. നമ്മൾ ഹാൻഡ് പവറാണ് എന്നാൽ മസിൽസ് ബിൽഡ് ചെയ്യാനില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വർക്ക്, നോർമൽ പുഷപ്സ് 3 സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള ഇത് പറ്റാതെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നീ പുഷപ്സ് ചെയ്യാൻ. നിങ്ങൾക്ക് എല്ലാ പുഷപ്സും പറ്റാത്തതാണെങ്കിൽ നീ പുഷപ്സ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾ നെക്കിൾ, കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ നെക്കിൾ പുഷപ്സ്. ഇതെല്ലാം ബിഗിനേഴ്സിനുള്ളതാണ്. നെക്കിൾ എന്ന് പറയുമ്പോൾ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ 2 നെക്കിൾസ് മാത്രമേ ഉപയോഗിക്കൂ. ഫസ്റ്റ് 2 നെക്കിൾസ്, മറ്റേതൊക്കെ നമ്മുടെ ബലം കുറവായ നെക്കിൾസുമാണ്. അതിന് ഉപയോഗം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം ഉപയോഗിച്ച് പുഷപ്പും ചെയ്യാവൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചിന് പവർ കിട്ടില്ല. ഓക്കെ, ഇതും പുഷപ്സ് വെക്കുക. ഇതും ഷോൾഡർ ലെവൽ വയ്ക്കുക, ചെയ്യുക. ഇതാണ് നെക്കിൾ പുഷപ്സ്. ഇതാ ഈ നെക്കിൾസ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്തത് നമുക്ക് ഫിംഗർ പുഷപ്സ് ആണ് ചെയ്യാനുള്ള. അതും 3 സെറ്റ്. എല്ലാ വർക്കൗട്ടും 3 സെറ്റാണ് ചെയ്യാനുള്ള ഫിംഗർ പുഷപ്സ്. നിങ്ങൾക്ക് ഫിംഗർ മാത്രം നിങ്ങൾക്ക് ഫസ്റ്റ് ഫുൾ ഫിംഗർ ആയിരിക്കും, പാടായിരിക്കും. അത് നീ ചെയ്യാനൊത്തി പാടാണ്. എന്നാലും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരിക. ഫിംഗർ സെറ്റാവും. ഈ 3 ഫിംഗറും 2 ഫിംഗറൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾ റൂസ്ലിയെ പോലെ തം ഫിംഗർ നമുക്ക് തമ്പ് വെച്ച് പുഷപ്സ് എടുക്കാൻ പറ്റും. അത് നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾ പെട്ടെന്ന് പോയി തമ്പ് പുഷപ്പ് എടുക്കാൻ പറഞ്ഞാൽ പറ്റില്ല. എനിക്കും പറ്റില്ല. എനിക്ക്
2 ഫിംഗറാണ് ഇപ്പോൾ മാക്സിമം. ഞാൻ 1 ഹാൻഡ് 3 ഫിംഗർ ചെയ്യും. 2 ഫിംഗർ ഇപ്പോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഇതിനേക്കാളൊക്കെ ആവാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്നും ട്രെയിൻ ചെയ്യുക. ഓക്കെ, അടുത്തായി ഇപ്പോൾ 3 പുഷപ്സ് ആയിട്ടാണ് ഗൈസ്. പുഷപ്പ് ഏകദേശം 3 ഇനി നമുക്ക് നമ്മളെ ചെസ്റ്റിനൊക്കെ ഒന്ന് ചെസ്റ്റ് വർക്കൗട്ട് ആക്കാൻ ആയിട്ട് നമുക്ക് ചെറുതായിട്ട് പോവാം. അതുകൊണ്ട് അടുത്ത പുഷപ്സാണ് കാണിക്കാൻ പോകുന്നത്. ഇംഗ്ലൈൻ പുഷപ്സ് എന്ന് പറയും. അതായത് നിങ്ങളെ കൈ ഒരു സ്ലാബിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൊക്ക പ്രദേശത്ത് കൈ ഇങ്ങനെ വയ്ക്കുക. ദെൻ കാല് ബാക്കിലോട്ട് തന്നെ സാധാ പുഷപ്സിനൊക്കെ വയ്ക്കുക. കൈയോടെ പരത്തി തന്നെ വെച്ചാൽ മതി. ദെൻ താഴേക്ക് പ്രസ് ചെയ്ത് പുഷപ്പ് എടുക്കുക. ഇത് ചെസ്റ്റിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പുഷപ്സ്. ഇനി നമ്മളിപ്പോൾ ചെസ്റ്റിനാണ് കണ്ടത്. ഇനി നമ്മൾ നേരെ നമ്മളെ ട്രൈസെപ്സിനുള്ള വർക്കൗട്ടാണ് നോക്കാൻ പോകുന്നത്. ട്രൈസെപ്സിന് എഫക്റ്റീവ് വർക്കൗട്ടാണ് ഡയമണ്ട് പുഷപ്സ് എന്ന് പറയും. കറക്റ്റ് നിങ്ങൾ ഡയമണ്ട് ഇങ്ങനെ വെക്കണമെന്നില്ല, കുറച്ച് സ്പേസ് ഇട്ടാണ് വെക്കാറുള്ളത്. അതായത് നിങ്ങൾ ഡയമണ്ട് വെക്കാനടുത്ത് ഇങ്ങനെ കൈ പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ഗ്യാപ്പിട്ട്, ഇത്ര ഗ്യാപ്പിൽ ഒരു ശകല ഗ്യാപ്പിട്ട് ചെയ്യുക. 1 ഇഞ്ച് ഗ്യാപ്പിട്ടിട്ട് നിങ്ങൾ ഡയമണ്ട് പുഷപ്സ് ചെയ്യാവുന്നതാണ്. ഇതിൽ ചെസ്റ്റ് ഉൾപ്പെടെ ബിൽഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റാത്തവർ, ഞാൻ പറഞ്ഞ പോലെ പുഷപ്സ് ചെയ്യാൻ പറ്റാത്തവർ ഈ പുഷപ്സ് ചെയ്യുക. അതും നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ വീണ്ടും നിങ്ങളെ പവർ ഗെയിൻ ചെയ്ത് ചെയ്യാവുന്നതാണ്. ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് 1 മാസം പോവുകയാണെങ്കിൽ നിങ്ങൾ ചലഞ്ച് വയ്ക്കാവുന്നതാണ്. നിങ്ങൾ ആ ചലഞ്ച് ഏറ്റെടുക്കണം. ചലഞ്ച് ഏറ്റെടുത്താൽ നിങ്ങൾക്ക് നല്ല പവർ കിട്ടുന്ന ആ ചലഞ്ച് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് 3rd വീഡിയോ ആണ്. ഈ കമൻറ്റ് പറയുകയാണെങ്കിൽ ഞാനൊരു 6ാമത്തെ പാർട്ട് വീഡിയോ ഒക്കെ ആകുമ്പോൾ ഞാൻ ആ ചലഞ്ച് ഞാൻ ഇടും. അപ്പോൾ നിങ്ങളൊന്ന് സെറ്റായി വരുള്ളൂ. അപ്പോൾ നിങ്ങൾ 1 മാസം ഈ ട്രെയിൻ ചെയ്യുക. അടുത്ത മാസം നിങ്ങൾക്ക് ഈ ചലഞ്ച് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. നിങ്ങൾ നിർത്തരുത്. ഓക്കെ, ഇതാണ് ബിഗിനേഴ്സ് ഞാൻ പറഞ്ഞത്. ബാക്കി വേറെ ചെസ്റ്റിനൊക്കെ വേറെ ഉണ്ട്. അത് നിങ്ങൾക്ക് അടുത്തടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ ഇത് ഫസ്റ്റ് ലെവലാണ്. നിങ്ങൾ 2nd ലെവലിലേക്ക് കടന്ന് പോകാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്യുക. ഇതാണ് അപ്പർ ബോഡി വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ആപ്സിനാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാങ്ക് നിൽക്കാം. ആപ്സിന് പ്ലാങ്ക് മാത്രം ഇപ്പോൾ മതി. പ്ലാങ്ക് ടൈം നോക്കിയാൽ ടൈം വെച്ച് ചെയ്യുക. ഫസ്റ്റ് 1 മിനിറ്റ്, ചിലപ്പോൾ 1 മിനിറ്റ് നിൽക്കാൻ പറ്റില്ല, 30 സെക്കൻഡ് പറ്റും. അങ്ങനെ കൂട്ടി കൊണ്ടുവരിക. അടുത്തതായിട്ട് പ്ലാങ്ക് നിൽക്കാൻ അറിയാമല്ലോ. കൈ മുട്ടുക, ഇവിടെ വയ്ക്കുക. ദെൻ കാല് സ്ട്രെയിറ്റ് ആയിട്ട്, ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നിങ്ങൾ ഹിപ്പൊന്ന് പൊക്കി വയ്ക്കരുത്. നേരെ ലെവലിന് ബോഡി വയ്ക്കുക. ദെൻ നിൽക്കുക. വയർ വേണമെങ്കിൽ നമുക്കിങ്ങനെ ഈ വയറിൻ്റെ ഭാഗമാണല്ലോ, ജസ്റ്റ് ഒന്ന് പൊക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ബ്രീത്തും വിടുന്ന ബ്രീത്തും മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ എത്ര നിൽക്കാൻ പറ്റുമോ അത്രയും സമയം നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ നോക്കുമ്പോൾ ലോവർ ബോഡി വർക്കൗട്ടാണ്. ഇപ്പോൾ നമ്മൾ ആപ്സിനായി ട്രൈസ്, ചെസ്റ്റ്, പഞ്ചിങ് പവർ വർക്കൗട്ട്സും ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത വീഡിയോ ഇനി ലോവർ ബോഡി ഉള്ളതും ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നതാണ്. അതിനുശേഷം ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളതും പറയുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ്, ലോവർ ബോഡി വർക്കൗട്ടായി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാം അറിയാവുന്ന സ്ക്വാട്ടുകളാണ് ചെയ്യാൻ പോകുന്നത്. കൈ ഇങ്ങനെ 2 കൈ ലോക്ക് ചെയ്യുക. ദെൻ നമ്മുടെ ഹെഡിൻ്റെ ബാക്കിൽ ഇങ്ങനെ വയ്ക്കുക. നമ്മളെ കാല് ഷോൾഡർ ലെവലാണ് വയ്ക്കേണ്ടത്. ഇതിൽ ദെൻ നേരെ ഇരിക്കുക, എണീക്കുക. ഇതിൻ്റെ ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് എണീക്കുന്നവരുണ്ട് ലാസ്റ്റ്. പിന്നെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇങ്ങനെയൊക്കെ താന്നു പോയിരിക്കും. അങ്ങനെ ചെയ്യരുത്. ചെയ്യുന്നത് എത്രയാണോ അത് നിങ്ങൾ, ഞാൻ പറഞ്ഞ 3 സെറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണോ കറക്റ്റ് ഫോമിൽ ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്യുക. ഓക്കെ, 1 ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പീഡ് ചെയ്യുക. നിങ്ങൾ ഓവർ സ്ലോ ആക്കിയ മസിൽ ബിൽഡ് ആവുള്ളൂ. നിങ്ങൾ കിക്കിനല്ല മസിൽ ബിൽഡാക്കി നമുക്ക് ഈ ലെവൽ കഴിഞ്ഞിട്ട് നമുക്ക് മസിൽ ബിൽഡിങ്ങിലാക്കിയൊക്കെ പോകാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങുള്ള വർക്കൗട്ട് അടിക്കുക. പിന്നെ നമുക്ക് ഇതും മസിൽ ബിൽഡിങ്ങുള്ള കൂടെ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഇപ്പം ഇതാണ് ചെയ്യേണ്ട. ഫസ്റ്റ് സ്ക്വാട്ടാണ്, ലോവർ ബോഡിക്കുള്ളതാണ്. ഇത് നമ്മുടെ തൈസിനുള്ള ഇതാണ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ കാവ്സിനും നമ്മളെ കിക്കിംഗ് പവറിന് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടാണ്. അതായത് 1 ലെഗ് ജമ്പ് എന്ന് പറയും. ഒരു കാലെടുത്ത് പൊക്കി ജസ്റ്റ് പൊക്കി വയ്ക്കുക, മറ്റേ കാല് താഴെ ഇരിക്കണം. അതിന് നമ്മൾ ടോയിൽ നിർത്തണം. ഇങ്ങനെ ടോയിൽ. ഓക്കെ, ഈ ടോയിൽ നിന്നുകൊണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജമ്പ് ചെയ്യണം. ഇങ്ങനെ പറ്റുന്നത്ര ജമ്പ് ചെയ്യുക.
ഇതിനപ്പുറത്തെ കാലിലാക്കി കൊടുക്കുക. അതിന് പറ്റുന്നത്രയും ജമ്പ് ചെയ്യുക. നിർത്തുമ്പോൾ ഒരു സെറ്റ്. പിന്നെ അടുത്തതായി ജമ്പ് ചെയ്യുക. അതിനാലും നമുക്ക് റെസ്റ്റ് എടുക്കാം. ഈ 3 സെറ്റിനിടയിൽ നമുക്ക് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. പിന്നെ അപ്പുറത്തെ കാലിലാക്കുക, റെസ്റ്റ് ചെയ്യുക. അങ്ങനെ 3 സെറ്റ് ചെയ്യേണ്ടതാണ്. നമ്മളെ കാവ്സിൽ നല്ലൊരു വർക്കൗട്ടാണത്, ഷേപ്പ് വരാനൊക്കെ ഉള്ള. ഇത് വേറെ കാവ്സ് വർക്കൗട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങുള്ള രണ്ടാമത്തെ വർക്കൗട്ടാണ് ഈ 1 leg ജമ്പിങ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ സ്ട്രെച്ചിങ് പോലത്തെ സംഭവം ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. നമ്മളെ കൈ ഒന്ന് ഹെഡിൽ പ്ലേസ് ചെയ്യുക. ഒരു കാലിൽ നമ്മൾ ഈ ഒരു കാലെടുത്ത് നേരെ മടക്കി താഴേക്ക് ഇരിക്കുക. മറ്റേ കാല് തറയിൽ ഇങ്ങനെ ചരിച്ച് തന്നെ പ്ലേസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, then എണീക്കുക, അപ്പുറത്ത് എണീക്കുക. ഇപ്പൊ നമ്മുടെ മുട്ടൊക്കെ ഒന്ന് സ്ട്രെച്ച് ആയെന്ന് തോന്നും. എണീക്കുക. പിന്നെ കാര്യം, നിങ്ങൾ മുമ്പത്തെ ഞാൻ ഫസ്റ്റ് വീഡിയോ കിട്ടിയ പോലത്തുള്ള വാമ്പ് ചെയ്യുക മാത്രമേ ഇതൊക്കെ ചെയ്യാവൂ. അപ്പം ഇത്രയാണ് നമ്മളെ 3 വർക്കൗട്ട്. ലോവർ ബോഡിക്ക് 3 വർക്കൗട്ട് ഉണ്ട്. സ്ക്വാട്ട്, 1 leg ജമ്പ്, പിന്നെ നമ്മുടെ ഈ ലെഗ് സ്ട്രെച്ചിങ് എക്സസൈസുകൾ. അപ്പം ഈ 3 നമ്മൾ ലോവർ ബോഡിക്ക്. അപ്പർ ബോഡിക്ക് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇന്ത്യൻ പുഷപ്സ് കാണിച്ചായിരുന്നു. പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ്ങിനുള്ള ഫിംഗർ ഓപ്പൺ, നെക്കിൾസ് കാണിച്ച് ലാസ്റ്റ് നമ്മൾ ഡയമണ്ട് പുഷപ്സ് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതിന് 5 വർക്കൗട്ട്, ഇതിന് 3 വർക്കൗട്ട്, മൊത്തത്തിൽ 8 വർക്കൗട്ടാണ് ഉള്ളത്. ഇത് നിങ്ങൾ എന്നും ചെയ്യരുത്. ഫസ്റ്റ് പോയി നിങ്ങൾ എന്നും ചെയ്യരുത്. ഇതെന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസ് ഇട്ടായിരുന്നു പഞ്ചിൻ്റെയും കിക്കിൻ്റെയും ഏതൊക്കെ ബേസിക് പഞ്ച്, ഏതൊക്കെ ബേസിക് കിക്സ് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു ദിവസം, ഇപ്പം ഇന്ന് നിങ്ങൾ പഞ്ച് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ നാളെ നിങ്ങൾ കിക്ക് ട്രെയിനിങ് ചെയ്യണം. ഓക്കെ, വീണ്ടും നിങ്ങൾ അടുത്ത ദിവസം പഞ്ച് ട്രെയിനിങ് ചെയ്യണം, വീണ്ടും അടുത്ത ദിവസം കിക്ക് ട്രെയിനിങ് ചെയ്യണം. ഇങ്ങനെ ട്രെയിൻ ചെയ്ത് 1 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈറ്റിങ്ങിനുള്ള ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ടേണിങ് മൂവ്മെന്റ്സും ഒക്കെ ഞാൻ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പം പഞ്ച് കിക്സും ഒക്കെ നേരെയാണ് പഠിക്കുക. അപ്പം ഈ വർക്കൗട്ട് ചെയ്യാനുള്ളത് മനസ്സിലാക്കാണെന്ന് തോന്നുന്നു. അതായത് ഇന്ന് ഇപ്പോൾ പഞ്ച് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പഞ്ചൊക്കെ ട്രെയിൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഏത് ചെയ്യണം, പഞ്ച് ട്രെയിൻ ചെയ്തിട്ട് ഈ വർക്കൗട്ടുകൾ ചെയ്യണം. അതായത് പുഷപ്സ്, ഇപ്പോൾ പറഞ്ഞ ഈ അപ്പർ ബോഡി വർക്കൗട്ട് മൊത്തം പഞ്ചിൻ്റെ കൂടെ ചെയ്യണം. ആപ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ പഞ്ചിൻ്റെ കൂടെ, ആപ്സ് മാത്രം നിങ്ങൾക്ക് പഞ്ചിൻ്റെ കൂടെയോ കിക്കിൻ്റെ കൂടെയോ ചെയ്യാവുന്നത്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രിഫർ ചെയ്യുന്നത് അപ്പർ ബോഡിക്ക്, അതായത് നിങ്ങൾ പഞ്ചസ് പ്രാക്ടീസ് തന്നെ നന്നായിരിക്കും ആപ്സ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ഫൈറ്റിംഗ് സ്കിൽസ് കൂട്ടാൻ വേണ്ടി നമ്മൾ ആപ്സിൻ്റെ സ്ട്രെങ്ത് അത്യാവശ്യമാണ്. അപ്പം പഞ്ച് ട്രെയിനിങ് നിന്ന് അപ്പർ ബോഡി, അതായത് പുഷപ്സ് ഒക്കെ അന്നാണ് എടുക്കേണ്ടത് ആ പഞ്ച് ചെയ്യുന്ന ദിവസം. അപ്പം അടുത്ത ദിവസം ലെഗ് ചെയ്യുന്ന ദിവസമാണ് നിങ്ങൾ ഈ സ്ക്വാട്ട്, 1 leg ജമ്പിങ്, ലെഗ് സ്ട്രെച്ചിങ് ഒക്കെ എക്സസൈസുകളൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ കിക്ക് ചെയ്യുന്ന സമയത്താണ് ഈ വർക്കൗട്ടുകളൊക്കെ ചെയ്യാനുള്ളത്. അപ്പം ആരും മറന്നുപോലെ, കാരണം നിങ്ങൾ ഒരു വർക്കൗട്ടിന് എന്നൊന്നും ചെയ്താൽ പ്രോഗ്രസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇന്ന് അപ്പർ ബോഡി, 4 ലോവർ ബോഡി, അപ്പർ ബോഡി, ലോവർ ബോഡി അങ്ങനെ ചെയ്യുക. അതിൻ്റെ കൂടെ കിക്കും പഞ്ചും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ വർക്കൗട്ട് മാത്രം ആദ്യം ഒരു കാര്യമില്ല, അതിൻ്റെ കൂടെ നമ്മൾ കിക്കും പഞ്ചും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് നല്ല രീതിയിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ, സീ യു.